മഹാനായ അബൂ മുസ്ലിം അൽ ഖൗലാനി റഹ്മഹുള്ളായാണ്, ഈ മഹാൻ തന്നെയാണ് മദീനത്തെ പള്ളിയിൽ മഹാനവറുകൾക്ക് ഒരു ചെറിയൊരു വടിയുണ്ടായിരുന്നു. അത് പള്ളിയിൽ ഇങ്ങനെ കെട്ടിത്തൂക്കി വെക്കുന്ന, നേരം വൈകി വരുന്നവരടിക്കാനുള്ളതല്ല അത്. മഹാനവറുകൾ എന്ത് ചെയ്യുന്നറിയോ? രാത്രി നിസ്കരിച്ച് തളർന്ന് കാലൊക്കെ ക്ഷീണിച്ച് അവശരായിരിക്കുമ്പോ ഈ വടിയെടുക്കും. എന്നിട്ട് സ്വന്തം കാലിൽ അടിച്ചുകൊണ്ട് പറയും, എഴുന്നേൽക്ക്, എല്ലാ തിന്മയുടെയും ഉറവിടമായ ശരീരമേ എഴുന്നേൽക്ക്. സ്വന്തം ശരീരത്തെ കാലിലടിക്കും. എന്നിട്ട് പറയും, മഹാനവറുകൾ പറയുമായിരുന്നു, അയദുന്നു അസ്ഹാബു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യസ്ബിഖൂനാ അലൈഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാർ നബി തങ്ങളിലേക്ക് ഓടിച്ചെല്ലാൻ, സ്വർഗത്തിലേക്ക് ഓടിച്ചെല്ലാൻ അവര് മാത്രമാണ് മുമ്പിലുണ്ടാവുക എന്ന് വിചാരിക്കുന്നുണ്ടോ? വല്ലാഹി ലനുസാഹിമന്നഹും അലൈഹി ഹത്താ യഅലമ അസ്ഹാബു മുഹമ്മദിൻ ഇന്നമാ ഖല്ലഫു വറാഅഹും റിജാലാ. ഞങ്ങളും തിരക്കാൻ വരും സ്വർഗത്തിന്റെ വാതിൽക്കൽ. ഞങ്ങൾ സ്വഹാബിമാരല്ല, ശരി തന്നെയാണ്, ഞങ്ങൾ നബിയെ കണ്ടവരല്ല, ഞങ്ങളതിന് ശേഷം വന്ന കൂട്ടരാണ്. എന്നാലും സ്വഹാബിമാർ വിചാരിക്കണം, ഇന്നമാ ഖല്ലഫു വറാഅഹും റിജാല. സ്വഹാബിമാർ ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ അവരിവിടെ ഉണ്ടാക്കി വെച്ചത് ആൺകുട്ടികളായിരുന്നു എന്ന് സ്വഹാബത്തിനറിയണം. അതുകൊണ്ട് ഞങ്ങളും തിരക്കാൻ വരും സ്വർഗത്തിന്റെ വാതിൽക്കലേക്ക്. സ്വഹാബത്ത് വരുന്ന പോലെ ഞങ്ങളും വരും. എഴുന്നേൽക്ക് ശരീരമേ, എഴുന്നേൽക്ക്. കാലിലടിക്കാണ്, നീ എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്. എല്ലാ തിന്മയുടെയും ഉറവിടമായ ശരീരമേ, നീയാണ് എന്നെ കൊണ്ട് തിന്മ ചെയ്യിപ്പിക്കുന്നത്, എഴുന്നേൽക്ക്. ഈ രാത്രിയിൽ നിസ്കരിക്ക്. എത്ര തളർന്നാലും തഹജ്ജുദ് നീ ഒഴിവാക്കല്ലേ എന്ന് സ്വന്തം നഫ്സിനോട് പറയുന്ന മഹാനായ അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു അൻഹു. സ്വഹാബികൾ വിചാരിക്കരുത് അവരുടെ പിന്നാലെ വന്നവർ ഒന്നിനും കൊള്ളാത്തവരാണെന്ന് സ്വഹാബത്തിന് തോന്നരുതല്ലോ. ഞങ്ങളും ആൺകുട്ടികൾ തന്നെയാണ്. ഇത് പറയാൻ സുബൈക്ക് എഴുന്നേൽക്കാൻ പറ്റാതിരിക്കുമ്പോഴാണ് നമ്മൾ ഈ കഥ പറയണത്, അല്ലേ? ജുമാക്കൊന്ന് നേരത്തെ പള്ളിയിലേക്ക് എത്താൻ പറ്റാണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ അബൂ മുസ്ലിം അൽ ഖൗലാനിയെ സ്മരിക്കുന്നതല്ലേ? ഓടി വരെ ഇമാം സലാം വീട്ടിന്റെ മുമ്പ് രണ്ടാമത്തെ റക്അത്തിൽ റുക്കൂ കിട്ടിയാൽ പിന്നെ കഴിച്ചിലായി എന്നുള്ളൊരു വസനം കേട്ടിട്ടുണ്ട്. അതുവരെ കാത്തിരിക്കും. ഓടി വരുന്നു, ഓടി തിരിച്ചിറങ്ങുന്നു. പെണ്ണുങ്ങള് ദുഹുർ അസറും സൂര്യായ ജമ്മ പോലെ ദുഹുർ അവസാന ദുഹുർ തീരാ നേരത്തെ ഉദുർത്തുന്ന അതേ മുസല്ലിരുന്ന് അസർ നിസ്കരിക്കാലോ. സുബ്ഹാനല്ലാഹ്. സ്വലാത്തുൽ അവ്വലി വഖ്തിഹാ, നിസ്കാരം അതിന്റെ ആദ്യ നേരത്ത് ചെയ്യലാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് കേൾക്കുകയും അറിയുകയും ചെയ്തതിന്റെ ശേഷം ഒരു ഉദുടുക്കാനും ഒരു മുസല്ല ധരിക്കാനുമുള്ള ഒരു മടി കാരണമോ മറ്റോ അങ്ങനെ പിന്തിക്കുകയാണ്. നമ്മൾ ഇങ്ങനെ കായാ മതിയോ? ഈ ഉമ്മത്ത്, മുസ്ലിം സമൂഹം ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് കാര്യമില്ല. മുസ്ലിം സമൂഹം എന്നത് നമ്മൾ ഓരോരുത്തരും നന്നാവുമ്പോഴാണ് ഒരു ഉമ്മത്ത് നന്നാവുന്നത്. ഞാൻ എങ്ങനെയാണ് നമ്മൾ ആദ്യം ആലോചിക്കുക. നിങ്ങളോടത് പറയുമ്പോൾ ഞാൻ എന്റെ ശരീരത്തോട് ചോദിക്കുന്നു. നമ്മൾ ഓരോരുത്തരും അവനവന്റെ ശരീരത്തോട് ചോദിക്കുന്നു. നമ്മളൊക്കെ നന്നായാലേ, നമ്മളൊക്കെ പറഞ്ഞതല്ലേ ഈ ഉമ്മത്ത് എന്ന് പറഞ്ഞതിൽ നമ്മളൊക്കെ പെടണ്ടേ? അപ്പൊ നമ്മൾ നന്നായിട്ടുണ്ടോ? നമ്മളും അല്ലാഹുമായുള്ള ബന്ധം എങ്ങനെയാണ്? മഹാനായ ഇബ്നു റജബുൽ ഹംബലി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ശുദ്ധമായ ഖുർആനിൽ ഫസ്തബിഖുൽ ഖൈറാത്ത്, നിങ്ങൾ നന്മകളിലേക്ക് ഓടി വരണമെന്ന് പറഞ്ഞപ്പോൾ സ്വഹാബിമാർ വിചാരിച്ചത് സ്വർഗത്തിലേക്ക് ഓടി വരാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് അവർ പരസ്പരം മത്സരിച്ചത്. മത്സരമായിരുന്നു. എങ്ങനത്തെ മത്സരം എന്നറിയോ? ആരെങ്കിലും ഒരു നന്മ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ ഞങ്ങൾ ചെയ്യും എന്ന് പറയാം. അങ്ങനത്തെ ഒരു മത്സരം. അതുകൊണ്ടാണ് ഹസനുൽ ബസരി റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, മൻ നാഫസക ഫീ ദീനിഹി ഫൽതുനാഫിസു. നിങ്ങളുടെ ദീനിൽ നിങ്ങൾ ആരെങ്കിലും മത്സരിക്കാൻ വന്നാൽ നിങ്ങൾ അവരോട് മത്സരിച്ചേക്കണം. ദീനിന്റെ വിഷയത്തിൽ, നന്മയുടെ വിഷയത്തിൽ. എങ്ങനെ മത്സരം? അദ്ദേഹം അത്ര നിസ്കരിക്കുന്നതാണ്, എനിക്കിതിൽ കൂടുതൽ നിസ്കരിക്കണം. അദ്ദേഹം അത്ര നോമ്പെടുക്കുന്നതാണ്, എനിക്കിതിൽ കൂടുതൽ. അത്ര ഒരു ദിവസം 5 ജുസ് ഓതുന്നുണ്ട്, എനിക്കൊരു 6 ഓതണം. ഈ ഒരു മത്സരം. വമൻ നാഫസക ഫീ ദുനിയാക ഫഅൽഖിഹാ ഫീ നഹ്രിഹി. പൈസയുടെ വിഷയത്തിൽ മത്സരിക്കാൻ വന്നാൽ അത് അവരുടെ പെരടിക്കിട്ട് കൊടുത്തേക്ക്. എന്ത് ചെയ്യണ്ട? വേണ്ട, പൈസക്ക് നീ മത്സരിക്കേണ്ട. അത് ദുനിയാവിൽ കണക്ക് കിട്ടാത്ത സംഗതിയാണ്.
അപ്പോ ദുന്യാവിന്റെ വിഷയത്തിൽ മത്സരിച്ചേക്കണം, അല്ലാത്തത് മത്സരിച്ചേക്കല്ലേ എന്ന് മഹാനായ ഹസ്സനുൽ ബസ്രി റളിയല്ലാഹു തആല അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോ നമ്മുടെ സംഘാടകര് വളരെ എല്ലാരും ഒരേ യൂണിഫോമിലുള്ള മാഷാ അല്ലാഹ്. അപ്പോ പെണ്ണുങ്ങൾക്കിടയിൽ പെണ്ണുങ്ങൾ വളണ്ടിയർമാരല്ലേ? ആണുങ്ങൾ പോയാൽ ശരിയാവില്ലല്ലോ. അത് പെണ്ണ് ബക്കറ്റ് കൊടുത്താൽ മതി, അല്ലെ കുട്ടികളെ പറഞ്ഞയക്കി മാഷാ അല്ലാഹ്. അപ്പോ ചിലയിടത്തൊക്കെ ലേഡീസ് വളണ്ടിയേഴ്സ് ഉണ്ടാവാറുണ്ട്. അവിടെ ചെറിയ കുട്ടികളെ പറഞ്ഞയക്കി മാഷാ അല്ലാഹ്. ആണുങ്ങൾ അവരടിക്ക് പോരുത്. ഇവിടെ കൊടുത്തിട്ടേ ചെറിയ മക്കളൊക്കെ ഉണ്ടാവില്ലേ, അല്ല നിങ്ങൾ പൂ തന്നെയാണോ? കൊടുത്തിട്ട് വേഗം വരി. ഓരങ്ങനെ എടുത്തോളൂ ഇൻഷാ അല്ലാഹ്. പെണ്ണുങ്ങള് കാര്യമായിട്ട് ഇട്ട് കൊടുക്കി. ഉസ്താദ് പറഞ്ഞില്ലേ, കൊടുക്കാൻ പറ്റുന്നൊക്കെ കൊടുത്തോളൂ. അള്ളാഹുവിന്റെ അഖല്ലു മുത്തമവ്വൽ എന്തായാലും എടുക്കൂല്ലേ. അൽഹംദുലില്ലാഹ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ ചെയ്യട്ടെ. ആമീൻ. ഞാൻ ബക്കറ്റ് നമുക്ക് വേഗം സ്വീകരിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒന്ന് എഴുന്നേറ്റ് സ്വലാത്തിൽ ഇരിക്കല്ലേ, തണുപ്പൊക്കെ ഒന്ന് വിടാൻ വേണ്ടി. സല്ലു അലൻ നബിയ്യി മുഹമ്മദിൻ വ ആലിഹി അല്ലാഹുമ്മ സല്ലി അലാ سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ونركز لنا اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.